ഇന്ത്യ സഖ്യത്തിലേക്ക് വിജയ് വരുമ്പോൾ CPM പുറത്ത്. ഇതാണ് പുതിയ കാഴ്ച. BJP CPM ഡീലുണ്ടെന്നുള്ള മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവനയെ പ്രകോപനപരമായിട്ടാണ് MA ബേബി കണ്ടിരിക്കുന്നത്. MA ബേബി വളരെ കൃത്യമായി എന്ത് ചെയ്തിരിക്കുന്നു? വളരെ കൃത്യമായി MA ബേബി പിന്നെ മല്ലികാർജുൻ ഖാർഗെക്ക് കത്തെഴുതിയിരിക്കുകയാണ്. അങ്ങനെ മല്ലികാർജുൻ ഖാർഗെക്ക് കത്തെഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ്. CPM ജനറൽ സെക്രട്ടറി MA ബേബി കത്തെഴുതിയിരിക്കുന്നത്. എന്താണ് നിങ്ങൾ പറയുന്ന തെളിവ് എന്താണെന്നാണ് ചോദിച്ചുകൊണ്ടാണ് കത്തെഴുതിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൽ കടുത്ത അമർഷത്തിലാണ് CPM ജനറൽ സെക്രട്ടറി ഇരിക്കുന്നത്. നിലപാട് വ്യക്തമാക്കിയിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രസക്തി തന്നെ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ കത്തിൻ്റെ പകർപ്പ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് നേതാക്കൾക്കും MA ബേബി കൈമാറിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ചേരാനിരിക്കെയാണ് കോൺഗ്രസ് അധ്യക്ഷന് മല്ലികാർജുൻ ഖാർഗെക്ക് CPM ജനറൽ സെക്രട്ടറി അസാധാരണമായ ഒരു കത്തെഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധിയും പ്രതിപക്ഷ രാഹുൽ ഗാന്ധിയുള്ള നേതാക്കൾ കേരളത്തിൽ പ്രചരണത്തിനെത്തിയിരുന്നു. പ്രചരണത്തിലുടനീളം CPM BJP ഡീലെന്ന് പിണറായി വിജയൻ മോദിയുമായി ഡീൽ ഉണ്ടാക്കിയെന്നും എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യില്ലെന്നടക്കമുള്ള ആരോപണം ഉയർത്തിയിരുന്നു. അത് ശരിക്കും ഇവിടെ ഏൽക്കുകയും ചെയ്തൊരു ആരോപണമാണ്. ഇതിനെ ലളിതമായി കാണാനാകില്ല എന്നാണ് CPM ജനറൽ സെക്രട്ടറി കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് അയച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ ആരോപണങ്ങളുമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. കോൺഗ്രസ് നടത്തിയ ആസൂത്രണ ആരോപണമെന്നാണ് MA ബേബി കത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതിലൂടെ CPMനെ പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യം കൂടി കോൺഗ്രസിന് ഉണ്ടായിരുന്നുവെന്നും കത്തിൽ പറയുന്നു. 2023 ഇന്ത്യ സഖ്യം ഉണ്ടായതു മുതൽ സഖ്യത്തിന് നെടുംതൂണായി പ്രവർത്തിച്ചൊരു പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ ആരോപണത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തത വരാത്തിടത്തോളം കാലം ഇന്ത്യ സഖ്യത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും MA ബേബി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ സഖ്യത്തിലെ സഖ്യത്തിലുള്ള ഇപ്പൊ MP രാജ്യസഭ MP കൂടി തീർന്നാൽ ലോകസഭയിലെ ഏക MP രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു MP മാത്രമാണ് CPMനുള്ളത്. അതുകൊണ്ട് CPMനെ കോൺഗ്രസ് ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല. വിജയെ കിട്ടിയിട്ടുമുണ്ട് കൂടെ എന്നുള്ളതാണ്. കോൺഗ്രസ് അധ്യക്ഷൻ അയക്കുന്ന കത്തിന്റെ പകർപ്പ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പേർക്ക് കൈമാറുന്ന രീതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കത്തിന്റെ പകർപ്പ് MA ബേബി ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികൾ നേതാക്കൾക്കും അയച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു തുറന്ന പോരിലേക്ക് CPM പോവുകയാണ്. അതേസമയം DMKയും ഇന്ത്യ സഖ്യത്തിൽ ഇടഞ്ഞു നിൽക്കുന്നു. തമിഴ്നാട്ടിൽ കോൺഗ്രസ് നടത്തിയ വഞ്ചനയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് DMK തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് MA ബേബിയുടെ കത്തും. ഇതോടൊപ്പം തന്നെ ജാർഖണ്ഡിലും പ്രതിസന്ധി ഉയർന്നിട്ടുണ്ട്. തങ്ങളുമേ ആലോചിക്കാതെ രാജ്യസഭാ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച കോൺഗ്രസ് നിശ്ചയിച്ചതിൽ JMM ഇടഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ജാർഖണ്ഡിലെ JMM, തമിഴ്നാട്ടിലെ DMK, കേരളത്തിലെ CPM ഇത്രയും പേർ ഇന്ത്യ സഖ്യത്തിൽ ഇടഞ്ഞിരിക്കുന്നു. അതേസമയം വിജയയെ കൂടുതലായി ഇന്ത്യ സഖ്യത്തിലേക്ക് കിട്ടിയിരിക്കുന്നു. എന്താണ് ഇനി? മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തുപോയി, അല്ലെങ്കിൽ അവർ വീക്കായി. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്ത് തന്നെയായിരുന്നാലും ഇന്ത്യ സഖ്യത്തിൽ വലിയ ഒരു വിള്ളലാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നരേന്ദ്രമോദി എന്ന പേരോ മോദിയുടെ വിഷയങ്ങളോ ഒരു കാരണവശാലും പറഞ്ഞില്ല. അത് പിണറായി വിജയൻ പറയുന്നില്ല. ഇവിടെ സിന്ധു സൂര്യകുമാർ, ഏഷ്യാനെറ്റിലെ കവർ സ്റ്റോർ ചെയ്യുന്ന സിന്ധു സൂര്യകുമാറും, അതുപോലെ പറയാതെ വയ്യ ഷാനി പ്രഭാകരും, പറയാതെ വയ്യ മനോരമ ചാനലിൽ ചെയ്യുന്ന പറയാതെ വയ്യ ചെയ്യുന്ന ഷാനി പ്രഭാകരനും, ഇവരെല്ലാവരും വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമാണ്. നരേന്ദ്രമോദിക്കെതിരെ ഡയറക്റ്റായി ഒരു അറ്റാക്കും BJPക്കെതിരെ RSSനെതിരെയും പറയും. പക്ഷെ അമിത്ഷായ്ക്കെതിരെ പോലും പറയാറുണ്ട്. നരേന്ദ്രമോദിക്കെതിരെ പിണറായി വിജയൻ ഒന്നും പറയുന്നില്ല. അത് ലാവ്ലിൻ കേസിനെ പേടിച്ചിട്ടും, ലാവ്ലിൻ കേസിന് കേന്ദ്ര സർക്കാർ സഹായിക്കുന്നത് കൂടി കൊണ്ടാണ് ഈ 40-50 പ്രാവശ്യമൊക്കെ മാറ്റിവെക്കാൻ പറ്റുന്നത്. അവിടുത്തെ പ്ലീഡർമാരൊക്കെ പോയി, പ്രോസിക്യൂട്ടർമാരൊക്കെ പോയി സമയം ചോദിക്കുന്നത് കൂടി കൊണ്ടാണ്. അതുപോലെ തന്നെ മകളുടെ എക്സാലോജി കേസ്, മറ്റ് സ്വപ്ന കേസ്, അങ്ങനത്തെ കേസുകളിൽ നിന്നെല്ലാം പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുന്നത് മോദിയാണെന്നും അതുകൊണ്ട് തന്നെ മോദി പിണറായി വിജയൻ ഡീലുണ്ടെന്നും ആ ഡീലിലൂടെ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതായിരുന്നുവെന്നൊക്കെയാണ് വളരെ കൃത്യമായി കോൺഗ്രസ് കേരളത്തിൽ ആരോപിച്ചിരുന്നത്. പക്ഷെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ ഡീലിൽ നിന്നും ഒരു പ്രസക്തിയില്ല. കൂടുതൽ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസും UDFുമാണ്. അത് ഒരു വഴിക്ക് നടക്കുന്നു. മറുവഴിക്ക് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം കൂടി നടക്കുന്നു. രസകരമാണ്. കാര്യങ്ങൾ ആലോചിച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. എന്തായാലും വളരെ വളരെ രസകരമായ തീരുമാനങ്ങളാണ് ഡൽഹിയിൽ ഉണ്ടാകുന്നത്. ആദ്യമായിട്ടൊരു കത്തെഴുതുന്നു, ആ കത്ത് തന്നെ ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നു, അങ്ങനെ അതിൽ തെളിവ് ചോദിക്കുന്നു. ഇതിനൊക്കെ എവിടെ നിന്നാണ് തെളിവ്? അങ്ങനെ ഡീലുണ്ടെങ്കിൽ തന്നെ അത് രഹസ്യമായി നടക്കുന്നതല്ലേ? അതിനൊരു പരസ്യ തെളിവുണ്ടാവോ? അതിനൊരു ഡോക്യുമെന്റ് ഉണ്ടാവോ?
ഒന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ അപ്പോൾ MA ബേബിയും കരുതിക്കൂട്ടി ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽ സംഘർഷം, സംസ്ഥാനത്ത് CPIയുമായിട്ട് സംഘർഷം. അപ്പോൾ ചരിത്രത്തിന്റെ ദശാസന്ധിയിലേക്ക്, ചരിത്രത്തിന്റെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കൂടിയാണ് കൃത്യമായി പോയിരിക്കുന്നത്. അത് ശരിയായില്ല എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തിരിച്ചടി CPMനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ CPIയുമായിട്ട് അവർ നല്ല തല്ലിലായി കഴിഞ്ഞു. ദേശീയ തലത്തിൽ അവർ കോൺഗ്രസുമായും ഇന്ത്യ മുന്നണിയുമായും തർക്കത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ വലിയ പൊളിറ്റിക്കൽ പ്രതിസന്ധിയിലേക്കാണ്. ഇവിടെ അധികാരവുമില്ല, ഇവിടെ നിന്നല്ല, ഇന്ത്യയിൽ ഒരിടത്തും അധികാരമില്ല. തമിഴ്നാട്ടിൽ 1-2 MLAമാരുണ്ട്, ഇവിടെ ഒരു MP ഉണ്ട് എന്നതൊഴിച്ചാൽ ഇന്ത്യയിൽ ചെങ്കൊടി പിടിക്കാൻ പാർലമെന്ററി സംവിധാനത്തിൽ ആളില്ല. ഇപ്പോൾ പിന്നെ സന്തോഷിന്റെ കാലം കഴിയാൻ പോകുന്നു CPIയുടെ, അത് രാജ്യസഭയിൽ. അതുപോലെ ജോൺ ബ്രിട്ടാസിന്റെ കാലവും വളരെ താമസിയാതെ തന്നെ കഴിയുന്നു. AA റഹീമിന്റെ കാലവും കഴിയാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ AA റഹീമിന്റെ കാലവും കഴിയുന്നു. അപ്പോൾ CPMന് രാജ്യസഭയിലും അംഗങ്ങളില്ല, ലോകസഭയിലും അംഗങ്ങളില്ല, കേരളം ഒഴിച്ചുള്ള നിയമസഭകളിലും അംഗങ്ങളില്ല. കേരളത്തിലാകട്ടെ ചെറിയ ഒരു മെരുങ്ങിയ പാർട്ടിയായി നിൽക്കുന്നു. ഇത് വലിയ ചരിത്രത്തിലെ പ്രതിസന്ധിയും ദശാസന്ധിയായി മാറുന്നു. അവിടെയാണ് UDFന്റെയും കോൺഗ്രസിന്റെയും വിജയുടെ പാർട്ടിയുടെയുമൊക്കെ വലിയ സാമൂഹ്യ രാഷ്ട്രീയ പ്രസക്തി ഉയർന്നു നിൽക്കുന്നത്.